നമസ്കാരം. ഉച്ചവാർത്ത ആരംഭിക്കുന്നു. ആദ്യം പ്രധാന തലക്കെട്ടുകളിലേക്ക്. ലൈംഗിക പീഡന കേസിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ MLA അറസ്റ്റ് തൽക്കാലത്തേക്ക് തടഞ്ഞ് ഹൈക്കോടതി. 15-ന് മുൻകൂർ ജാമ്യാപേക്ഷയിൽ വിശദവാദം കേട്ടതിന് ശേഷം തുടർ നടപടികളെന്ന് കോടതി. രണ്ടാമത്തെ കേസിലും തിരുവനന്തപുരം സെഷൻസ് കോടതിയിൽ മുൻകൂർ ജാമ്യ ഹർജി നൽകി രാഹുൽ. കോടതി അറസ്റ്റ് തടഞ്ഞത് സ്വാഭാവിക നടപടിയെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. UDF നിൽക്കക്കള്ളിയില്ലാത്ത മുന്നണിയായി മാറിയെന്നും 4 വോട്ടിനു വേണ്ടി ഏത് അവസരവാദ നിലപാടും സ്വീകരിക്കാൻ യാതൊരു ശങ്കയുമില്ല എന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ. ജമാഅത്തെ ഇസ്ലാമിക്ക് പല ഘട്ടങ്ങളിലും പല രാഷ്ട്രീയ നിലപാടുകളെന്നും സംഘടനയ്ക്ക് ഗുഡ് സർട്ടിഫിക്കറ്റ് നൽകിയിട്ടില്ല എന്നും മുഖ്യമന്ത്രി. PM ശ്രീയിൽ LDF-ൽ അനൈക്യമില്ല. ഇൻഡിഗോ വിമാന കമ്പനിയിലെ പ്രതിസന്ധിയിൽ നിർണായക ഇടപെടലുമായി വ്യോമയാന മന്ത്രാലയം. ദുരിതത്തിലായ യാത്രക്കാരെ ചൂഷണം ചെയ്യരുതെന്ന് നിർദ്ദേശം. സ്ഥിതി നിയന്ത്രണ വിധേയമാകുന്നതുവരെ നിരക്കുകൾ കുത്തനെ കൂട്ടരുതെന്ന് വ്യോമയാന മന്ത്രാലയം. ബംഗളൂരു, ഡൽഹി, മുംബൈ, ഹൈദരാബാദ് വിമാനത്താവളങ്ങളിൽ നിന്ന് മാത്രം റദ്ദാക്കിയത് 405 സർവീസുകൾ. ബദൽ സംവിധാനമൊരുക്കി റെയിൽവേ. ഇന്നും നാളെയും പ്രധാന ദീർഘദൂര റൂട്ടുകളിൽ സ്പെഷ്യൽ ട്രെയിൻ സർവീസുകൾ. കൊല്ലം കൊട്ടിയത്ത് ദേശീയപാത ഇടിഞ്ഞു താഴ്ന്നത് വിലയിരുത്താൻ കളക്ടറുടെ അധ്യക്ഷതയിൽ യോഗം ചേർന്നു. ദേശീയപാത നിർമ്മാണത്തിലെ അപാകതകൾ കേരളത്തിന്റെ പിടലിക്ക് ഇടാമെന്ന് കരുതേണ്ടെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ഡിസൈനിലുള്ള അപാകതയെന്ന് മന്ത്രി KN ബാലഗോപാൽ. ദേശീയപാത നിർമ്മാണത്തിൽ വ്യാപക അഴിമതിയെന്ന് കോൺഗ്രസ്. തദ്ദേശ തെരഞ്ഞെടുപ്പ് പ്രചാരണം അവസാന ലാപ്പിലേക്ക്. നാളെ ആദ്യഘട്ട കൊട്ടിക്കലാശം. പ്രാദേശിക പ്രശ്നങ്ങൾക്കൊപ്പം മറ്റ് രാഷ്ട്രീയ വിഷയങ്ങളും ആയുധമാക്കാൻ ഒരുങ്ങി മുന്നണികൾ. ഇന്ത്യ ദക്ഷിണാഫ്രിക്ക 3-ാം ഏകദിനം ഉച്ചയ്ക്ക് 1:30 മുതൽ വിശാഖപട്ടണത്ത്. വിജയിക്കുന്നവർക്ക് പരമ്പര. 2026 ഫിഫ ലോകകപ്പ് ഫുട്ബോളിന്റെ മത്സരക്രമമായി 48 ടീമുകൾ 12 ഗ്രൂപ്പുകളിൽ. അർജന്റീന ഗ്രൂപ്പ് ജെയിൽ, ബ്രസീൽ സിയിൽ, ഫ്രാൻസ് ഗ്രൂപ്പ് ഐയിൽ. ഫിഫയുടെ പ്രഥമ സമാധാന പുരസ്കാരം അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്. രാഹുൽ മാങ്കൂട്ടത്തിൽ MLA താൽക്കാലിക ആശ്വാസം. അറസ്റ്റ് തൽക്കാലത്തേക്ക് തടഞ്ഞിരിക്കുകയാണ് ഹൈക്കോടതി. ഹർജിയിൽ വിശദമായ വാദം കേട്ട ശേഷമേ അറസ്റ്റിലേക്ക് എത്താവൂ എന്ന് ജസ്റ്റിസ് K. ബാബുവിന്റെ ബെഞ്ച്. ഹർജി 15-ന് പരിഗണിക്കും. കൂടുതൽ വിവരങ്ങളുമായി അഡ്വക്കേറ്റ് രാജേഷ് ചേരുകയാണ്. രാജേഷ്, ഇനിയിപ്പോൾ താൽക്കാലിക ആശ്വാസം എന്ന് പറയാം രാഹുലിന്. ഉടൻ അറസ്റ്റ് വേണ്ട എന്നാണ് കോടതി പറഞ്ഞിരിക്കുന്നത്. ഇത് ഘട്ടത്തിലാണ് കോടതി ഇങ്ങനെയൊരു തീരുമാനത്തിലേക്ക് എത്തിയത്. രാഹുൽ മാങ്കൂട്ടത്തിന് താൽക്കാലിക ആശ്വാസം. അറസ്റ്റ് തൽക്കാലത്തേക്ക് ഉണ്ടാവില്ല. തൽക്കാലത്തേക്ക് അറസ്റ്റ് വേണ്ട എന്നാണ് ഹൈക്കോടതി പറഞ്ഞിരിക്കുന്നത്. ഹർജിയിൽ വിശദമായി വാദം കേൾക്കേണ്ടതുണ്ട്. അതിനുശേഷമേ അറസ്റ്റിലേക്ക് എത്താവൂ എന്ന് കോടതി പറഞ്ഞിരിക്കുന്നു. ജസ്റ്റിസ് K. ബാബുവിൻ്റെ ബെഞ്ചാണ് ഇന്ന് ഇക്കാര്യം പറഞ്ഞത്. ഹർജി 15-ന് വീണ്ടും പരിഗണിക്കും. രാജേഷിലേക്ക് വരാം. അതിനു മുമ്പ് മറ്റു ചില വാർത്തകളിലേക്ക്. തനിക്കെതിരായ രണ്ടാമത്തെ കേസിലും അറസ്റ്റ് തടയണമെന്ന് ആവശ്യപ്പെട്ട് കോടതിയെ സമീപിച്ച് രാഹുൽ മാങ്കൂട്ടത്തിൽ MLA തിരുവനന്തപുരം സെഷൻസ് കോടതിയിൽ ഹർജി നൽകി. ആദ്യ കേസിലും രാഹുൽ സെഷൻസ് കോടതിയെ സമീപിച്ച ശേഷമാണ് ഹൈക്കോടതിയിൽ എത്തിയത്. കൂടുതൽ വിവരങ്ങളുമായി രജിത്ത് ചേരുകയാണ് തിരുവനന്തപുരത്ത് നിന്ന്. രജിത്ത്, രണ്ടാമത്തെ കേസിലും അറസ്റ്റ് തടയണമെന്ന ആവശ്യം ഉന്നയിച്ചുകൊണ്ട് രാഹുൽ സെഷൻസ് കോടതിയെ സമീപിച്ചിരിക്കുന്നു. എന്താണ് വിവരങ്ങൾ? തിരുവനന്തപുരം സെഷൻസ് കോടതിയാണ് രാഹുൽ മാങ്കൂട്ടം സമീപിച്ചിട്ടുള്ളത്. തനിക്കെതിരെയുള്ള രണ്ടാമത്തെ കേസിലും തന്നെ അറസ്റ്റ് തടയണമെന്ന ആവശ്യമാണ് മുന്നോട്ട് വെച്ചിരിക്കുന്നത്. ഇതേ കേസ് നേരത്തെ തന്നെ രാഹുൽ മാങ്കൂട്ടം തനിക്കെതിരെ ഉണ്ടായ ആദ്യ കേസിലും ഇതേ രീതിയിൽ തന്നെയാണ് കോടതിയിൽ സമീപിച്ചിരുന്നത്. തിരുവനന്തപുരം സെഷൻസ് കോടതിയെ ആദ്യം സമീപിക്കുകയും കോടതി ഇത് തള്ളിയതോടുകൂടി ഹൈക്കോടതിയെ സമീപിക്കുകയുമായിരുന്നു. ഹൈക്കോടതിയിൽ നിന്നാണ് ഇപ്പോൾ മുൻകൂർ ജാമ്യഹർജി പരിഗണിക്കുന്നത് വരെ അറസ്റ്റ് ഉണ്ടാകരുത് എന്ന ഒരു വിധി ഇപ്പോൾ നേടിയെടുത്തിരിക്കുന്നത്. അതേ രീതിയിൽ തന്നെ തനിക്കെതിരെയുള്ള രണ്ടാമത്തെ
കേസിലും നീങ്ങാനാണ് രാഹുൽ മാങ്കൂട്ടത്തിന്റെ തീരുമാനം. ഉടൻ തന്നെ കോടതിയെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഹർജി നൽകും എന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. നിയമ വഴിയിൽ തന്നെ പോരാട്ടം തുടരാൻ തന്നെയാണ് രാഹുൽ തീരുമാനിച്ചിട്ടുള്ളതും. തനിക്കെതിരെ രണ്ടാമത് വന്നിരിക്കുന്ന പരാതിക്കാരിയെ കുറിച്ച് തന്നെ തനിക്ക് വ്യക്തതയില്ല എന്നാണ് രാഹുൽ കോടതിയിൽ പറയാൻ പോകുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. എന്ത് തന്നെയായാലും ഇത് സംബന്ധിച്ച് ഉടൻ തന്നെ ഹർജി കോടതിയിൽ സമർപ്പിച്ച ശേഷം ആദ്യ കേസിൽ എന്നതുപോലെ തന്നെ രണ്ടാം കേസിലും തനിക്കെതിരെ തന്റെ അറസ്റ്റ് ഉണ്ടാകുമെന്ന ഒരു അറിവ് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് രണ്ടാമത്തെ കേസിൽ ഉടൻ തന്നെ അറസ്റ്റ് ഉണ്ടായേക്കുമെന്നാണ് രാഹുലിന് ലഭിച്ചിട്ടുള്ള വിവരം. അതുകൊണ്ട് തന്നെ അറസ്റ്റ് തടയണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് സെഷൻസ് കോടതിയെ സമീപിക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. ഈ കേസിൽ SP ജി പൂങ്കുഴലിയുടെ നേതൃത്വത്തിൽ പ്രത്യേക അന്വേഷണ സംഘം അന്വേഷണമടക്കം ആരംഭിച്ചിട്ടുണ്ട്. രണ്ടാമത് കേസ് നൽകിയിരിക്കുന്ന ബാംഗ്ലൂർ താമസക്കാരിയായ യുവതിയിൽ നിന്നും മൊഴി അടക്കം എടുക്കുന്ന നടപടികളിലേക്ക് അന്വേഷണ സംഘം കടന്നിരിക്കുന്ന സാഹചര്യത്തിൽ കൂടിയാണ് രാഹുൽ മാങ്കൂട്ടം ഇപ്പോൾ കോടതിയെ സമീപിക്കുന്നത്. തന്റെ അറസ്റ്റ് തടയണം എന്ന ആവശ്യവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കോടതിയെ സമീപിക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്. ാണ് വിവരങ്ങൾ നൽകിയത്. ഹൈക്കോടതിയിൽ നിന്ന് അഡ്വക്കേറ്റ് രാജേഷ് കൂടി ചേരുകയാണ്. രാജേഷ്, ഹൈക്കോടതി 15-ാം തീയതിയിലേക്ക് വെച്ചിരിക്കുകയാണല്ലോ രാഹുലിന്റെ ഹർജി. ഇനിയിപ്പോൾ പരിഗണിക്കുക 15-നാണ്. അതുവരെ അറസ്റ്റ് വേണ്ട എന്നും പറഞ്ഞിരിക്കുന്നു. ഏത് സാഹചര്യത്തിലായിരുന്നു ഇത്? തീർച്ചയായും ഹൈക്കോടതി ഈ സെഷൻസ് കോടതിയുടെ ഉത്തരവ്, അതായത് ഒരു ജുഡീഷ്യൽ മൈൻഡ് ഓഫ് ആപ്ലിക്കേഷൻ വന്ന ഒരു ഉത്തരവ് ഹൈക്കോടതിയുടെ മുമ്പിലുണ്ട്. ആ ഉത്തരവിൽ സെഷൻസ് കോടതി കണ്ടെത്തിയിട്ടുള്ള അല്ലെങ്കിൽ സെഷൻസ് കോടതി അനുമാനിച്ചിട്ടുള്ള ചില കാര്യങ്ങൾ അത് ഒറ്റ നോട്ടത്തിൽ ഹൈക്കോടതിക്ക് പ്രാഥമികമായിട്ട് ഹൈക്കോടതിക്ക് വിലയിരുത്താവുന്നതേ ഉള്ളൂ. അങ്ങനെ ഒരു വിലയിരുത്തൽ ഒരു കോടതിയിൽ നിന്നും ഉണ്ടായത് കൊണ്ട് കൂടി ആവാം ഇന്ന് രാഹുലിന്റെ അഭിഭാഷകൻ ശ്രീ S രാജീവ് ഈ കാര്യങ്ങൾ കോടതി പരിശോധിച്ച ശേഷമേ എന്തെങ്കിലും ഒരു തീരുമാനം ഉണ്ടാകുള്ളൂ. പ്രാഥമികമായിട്ട് കോടതി അത് പരിശോധിക്കണം എന്നതാണ് ഈ തെളിവുകൾ ഞങ്ങൾ നൽകിയ കാര്യങ്ങൾ, ഈ ജഡ്ജ്മെന്റ് ഇതൊന്ന് പരിശോധിക്കണം എന്ന് മാത്രമാണ് അദ്ദേഹം കോടതിയിൽ സബ്മിറ്റ് ചെയ്തത്. സ്വാഭാവികമായിട്ടും ഹൈക്കോടതി ഒരു ഭരണഘടനാ കോടതിയാണ്, വിപുലമായ അധികാരം, ഇൻഫറന്റ് പവറുള്ള കോടതി ഈ കാര്യങ്ങൾ വെച്ചുകൊണ്ടാണ് ശരി എങ്കിൽ സർക്കാരിന്റെ വാദം കേൾക്കുന്നതിന് മുമ്പ് ഇപ്പൊ ഈ ഒരു പ്രത്യേക തെരഞ്ഞെടുപ്പ് സാഹചര്യം ഇതെല്ലാം രാഷ്ട്രീയ പ്രേരിതമാണെന്ന് അവർ ആദ്യം മുതലേ പറയുന്നുണ്ട്. ഈ കാര്യത്തിൽ രാഷ്ട്രീയം ഇതിൽ വളരെ വലിയൊരു ഘടകമാണ്. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് വരുന്നു. ഇതെല്ലാം ബോധ്യപ്പെടുത്തിയപ്പോഴാണ് കോടതി താൽക്കാലികമായി അറസ്റ്റ് തടഞ്ഞ് ഉത്തരവായത്. ആ അറസ്റ്റ് തടഞ്ഞ് ഇനി സർക്കാരിന്റെ ഭാഗം കൂടെ കേട്ട ശേഷം വിലയിരുത്തിയ ശേഷമായിരിക്കും ബാക്കി കാര്യങ്ങൾ. ഈ കേസിൽ തന്നെ സെഷൻസ് കോടതിയുടെ കണ്ടെത്തൽ നിർണായകമാണ്. ഇതിൽ ബലാത്സംഗം നടന്നിട്ടില്ല അല്ലെങ്കിൽ നടന്നതായിട്ട് പ്രാഥമികമായിട്ട് പരിശോധിച്ചതിൽ മനസ്സിലായിട്ടില്ല എന്നുള്ള ഒരു പരാമർശം സെഷൻസ് കോടതിയിൽ നിന്ന് വന്നിട്ടുണ്ട്. കൂടാതെ സെഷൻസ് കോടതി അതിൽ ആകെ ഇത് ചെയ്യാൻ കാരണം ഈ ഭ്രൂണഹത്യ എന്നുള്ള ഒരു ഒറ്റ പോയിന്റിലാണ്. എന്നാൽ ഈ കാര്യങ്ങൾ ഇത് തിരിഞ്ഞു കൊത്തുന്ന ഒരു അവസ്ഥയിലേക്ക് വരാം എന്ന ഒരു നിയമപരമായ വശം കൂടി ഞാൻ ഇക്കാര്യത്തിൽ ചൂണ്ടിക്കാണിക്കുകയാണ്. ഭ്രൂണഹത്യക്ക് ബെയിലബിൾ ഒഫൻസ് ആണ്. അതിൽ നേരിട്ട് പ്രേരിപ്പിച്ച് ഏതെങ്കിലും തരത്തിൽ ഫോഴ്സ് ചെയ്ത് ഭ്രൂണഹത്യ ചെയ്താൽ മാത്രമേ ജീവപര്യന്തം തടവിലേക്കും അങ്ങനത്തെ വലിയ ശിക്ഷയായിട്ട് മാറുകയുള്ളൂ. പോലീസ് ഇപ്പോൾ ആ ശിക്ഷ കിട്ടാവുന്ന കുറ്റമാണ് ചാർജ് ചെയ്തിട്ടുള്ളതെങ്കിൽ അത് കോടതിയിൽ നിഷ്പ്രയാസം പ്രതിക്ക് ഊരിപ്പോരാൻ പറ്റും എന്ന് മാത്രമല്ല ഇത് തിരിഞ്ഞു കൊത്തുന്ന ഒരവസ്ഥ. തിരിച്ചൊരു മാനനഷ്ട കേസ് വന്നു കഴിഞ്ഞാൽ ഈ പെൺകുട്ടിയെ പ്രേരിപ്പിച്ച് പരാതി കൊടുത്തവർക്കെതിരെ പോലും ഇദ്ദേഹത്തിന് 50 കോടിയോ 100 കോടിയോ രൂപയ്ക്ക് ഒരു മാനനഷ്ട കേസ് ഫയൽ ചെയ്തുകൊണ്ട് 10 വരെ അറ്റാച്ച് ചെയ്യാൻ പറ്റും. ആ രീതിയിൽ ഈ കേസ് തിരിയാനുള്ള ഒരു സാധ്യതയും ഞാനിപ്പോൾ കാണുന്നു. മായ. ശരി, ഹൈക്കോടതിയിൽ നിന്ന് രാജേഷും തിരുവനന്തപുരത്ത് നിന്ന് രജിത്തുമാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിന്റെ അറസ്റ്റ് കോടതി തടഞ്ഞത് സ്വാഭാവിക നടപടിയെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. രാഹുലിനെ പോലീസ് മനഃപൂർവ്വം അറസ്റ്റ് ചെയ്യാതിരുന്നിട്ടില്ല. കോൺഗ്രസ് പ്രവർത്തകർക്ക് രാഹുൽ എവിടെയെന്ന് അറിയാം. അവർ പോലീസിനെ അറിയിക്കണം. രാഹുലിന് കോൺഗ്രസ് സുരക്ഷാ വലയം തീർത്തെന്നും കർണാടകയിൽ പോകാൻ ഒത്താശ നൽകിയെന്നും മുഖ്യമന്ത്രി ആരോപിച്ചു. ഈ ഒരു കോടതിയുടെ മുന്നിൽ ജാമ്യാപേക്ഷ നിലനിൽക്കുമ്പോൾ അറസ്റ്റ് ചെയ്യുന്നതിനൊരു തടസ്സമല്ല. പക്ഷേ കേരളത്തിൽ പൊതുവെ കണ്ടുവരുന്ന ഒരു രീതി അതിൻ്റെ തീരുമാനം വരുന്നതുവരെ കാത്തു നിൽക്കലാണ്. ഇപ്പോൾ ഹൈക്കോടതിയുടെ മുന്നിൽ ഇദ്ദേഹം മുൻകൂർ ജാമ്യത്തിന് വേണ്ടി ചെന്നിരിക്കുന്നു. അത് ഹൈക്കോടതി സ്വീകരിച്ച് ഒരു തീയതിയിലേക്ക് കേസ് കേൾക്കാൻ വേണ്ടി 15-ാം തീയതി വരെ രാഹുലിന് സമയം കൊടുത്ത ഹൈക്കോടതി നടപടി നീതീകരിക്കാൻ കഴിയില്ലെന്ന് BJP മുൻ സംസ്ഥാന പ്രസിഡന്റ് K. സുരേന്ദ്രൻ. കീഴ്ക്കോടതി പരിശോധിച്ച കാര്യങ്ങൾ പോലും മുഖവിലക്കെടുക്കാതെയാണ് ഹൈക്കോടതി നടപടി. കയ്യെത്തും ദൂരത്ത് രാഹുൽ ഉണ്ടായിട്ടും അറസ്റ്റ് ചെയ്തില്ല എന്നും രാഹുലിനെ അറസ്റ്റ് ചെയ്യാൻ ഗവൺമെന്റിന് താൽപ്പര്യമില്ല എന്നും സുരേന്ദ്രൻ കുറ്റപ്പെടുത്തി. തെരഞ്ഞെടുപ്പ് കഴിയും വരെ അറസ്റ്റ് നീട്ടിക്കൊണ്ടുപോകും. രാഹുൽ എവിടെയെന്ന് മുഖ്യമന്ത്രിക്കും പോലീസിനും അറിയാമെന്നും സുരേന്ദ്രൻ ആരോപിച്ചു.
അത് CPM-ൻ്റെ ഗവൺമെൻറ്റിൻ്റെ കുഴപ്പമാണ്. കാരണം ഞങ്ങളിത് നേരത്തെ പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ്. തെരഞ്ഞെടുപ്പ് വരെ ഇത് നീട്ടി കൊണ്ടുപോയി രാഹുലിൻ്റെ അറസ്റ്റ് വൈകിപ്പിച്ചതിന് ഉള്ള തിരിച്ചടിയാണ് കിട്ടിയിരിക്കുന്നത്. പിന്നെ UDF നിൽക്കക്കള്ളിയില്ലാത്ത മുന്നണിയായി മാറിയെന്നും 4 വോട്ടിനു വേണ്ടി ഏത് അവസരവാദ നിലപാടും സ്വീകരിക്കാൻ യാതൊരു ശങ്കയുമില്ല എന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ. ജമാഅത്തെ ഇസ്ലാമി സ്വീകരിക്കുന്നത് പല ഘട്ടങ്ങളിലും പല രാഷ്ട്രീയ നിലപാടുകളെന്നും സംഘടനയ്ക്ക് ഗുഡ് സർട്ടിഫിക്കറ്റ് നൽകിയിട്ടില്ല എന്നും മുഖ്യമന്ത്രി പറഞ്ഞു. PM ശ്രീയിൽ LDF-ൽ അനൈക്യമില്ല. ദേശീയപാതാ നിർമ്മാണത്തിലെ അപാകതകൾ കേരളത്തിന്റെ പിടലിക്കിടാമെന്ന് കരുതേണ്ട എന്നും മുഖ്യമന്ത്രി പറഞ്ഞു. PM ശ്രീയിൽ LDF-ൽ അനൈക്യമില്ലെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ജമാഅത്തെ ഇസ്ലാമി വലിയ സംഭാവനയാണല്ലോ ചെയ്യുന്നത്. UDF-ൻ്റെ പല വിധത്തിലുള്ള നുണപ്രചരണങ്ങൾ ആളുകളെ തെറ്റിദ്ധരിപ്പിക്കാൻ നുണയാണെന്ന് കൃത്യമായി അറിയാമെങ്കിലും ആ നുണ പലവട്ടം ശക്തമായി ഇൻഡിഗോ വിമാന പ്രതിസന്ധിയിൽ നിർണായക ഇടപെടലുമായി വ്യോമയാന മന്ത്രാലയം. സ്ഥിതി നിയന്ത്രണ വിധേയമാകുന്നതുവരെ നിരക്കുകൾ കുത്തനെ കൂട്ടരുതെന്ന് കർശന നിർദ്ദേശം. ദുരിതത്തിലായ യാത്രക്കാരെ ചൂഷണം ചെയ്യരുതെന്നും വിദ്യാർത്ഥികൾ, മുതിർന്ന പൗരന്മാർ, രോഗികൾ എന്നിവർ നിരക്ക് വർധനയുടെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നില്ലെന്ന് ഉറപ്പാക്കണമെന്നും വിദേശകാര്യ മന്ത്രാലയം പറഞ്ഞു. അതേസമയം ബംഗളൂരു, ഡൽഹി, മുംബൈ, ഹൈദരാബാദ് വിമാനത്താവളങ്ങളിൽ നിന്ന് മാത്രം ഇന്ന് റദ്ദാക്കിയത് 405 സർവീസുകളാണ്. അതിനിടെ യാത്രക്കാരുടെ ബുദ്ധിമുട്ട് ഒഴിവാക്കുന്നതിന് ബദൽ സംവിധാനങ്ങൾ ഒരുക്കുകയാണ് റെയിൽവേ. ഇന്നും നാളെയും പ്രധാന ദീർഘദൂര റൂട്ടുകളിൽ സ്പെഷ്യൽ ട്രെയിൻ സർവീസുകൾ നടത്തും. രാജ്യത്ത് അങ്ങോളം ഇങ്ങോളമായി ആയിരക്കണക്കിന് യാത്രക്കാരാണ് വിവിധ വിമാനത്താവളങ്ങളിൽ കുടുങ്ങിക്കിടക്കുന്നത്. ഇന്നും വിമാനങ്ങൾ വ്യാപകമായി റദ്ദാക്കുന്ന സാഹചര്യമാണ്. ചെന്നൈയിൽ 48 വിമാനങ്ങൾ റദ്ദാക്കി. കൊച്ചിയിൽ നിന്നുള്ള 10 സർവീസുകളെ ബാധിച്ചിട്ടുണ്ട്. തിരുവനന്തപുരത്ത് നിന്നും 5 സർവീസുകൾ റദ്ദാക്കിയിട്ടുണ്ട്. ദില്ലിയിൽ നിന്ന് ഇന്ന് 3 മണിവരെയുള്ള എല്ലാ ഇൻഡിഗോ വിമാന സർവീസുകളും റദ്ദാക്കി. ഛത്തീസ്ഗഡ്, ഗോവ, പാറ്റ്ന, അഹമ്മദാബാദ് വിമാനത്താവളങ്ങളിലും പ്രതിസന്ധിയുണ്ട്. അതേസമയം ഈ പ്രതിസന്ധി രൂക്ഷമായതിന് പിന്നാലെ പ്രത്യേക ട്രെയിനുകൾ പ്രഖ്യാപിച്ച് റെയിൽവേ രംഗത്തെത്തി. 30 സ്പെഷ്യൽ ട്രെയിൻ സർവീസുകൾ ഒരുക്കും. 37 ട്രെയിനുകളിലായി 116 അധിക കോച്ചുകളും വിന്യസിച്ചിട്ടുണ്ട്. ഈ മാസം 13 വരെ പ്രധാന നഗരങ്ങളിൽ നിന്ന് പ്രത്യേക സർവീസുകൾ തുടരും. അതേസമയം ആഭ്യന്തര സർവീസുകളെ ആകെ വലച്ച പ്രതിസന്ധിയിൽ വ്യോമയാന മന്ത്രാലയത്തിന്റെ അന്വേഷണം തുടരുകയാണ്. കഴിഞ്ഞ മാസം നൽകിയ ഉത്തരവ് നടപ്പാക്കാതെ ഇൻഡിഗോ കമ്പനിയുടെ ഭാഗത്തു നിന്നും ഗുരുതര കൃത്യവിലോപമുണ്ടായി എന്നാണ് DGCA വിലയിരുത്തുന്നത്. എയർ ഇന്ത്യ അടക്കം മറ്റ് വിമാന കമ്പനികൾ DGCA നിർദ്ദേശം പാലിച്ചിട്ടുമുണ്ട്. ഈ മാസം 15-ന് അന്വേഷണ റിപ്പോർട്ട് സമർപ്പിക്കണം. അതിനിടെ ആഭ്യന്തര സർവീസിൽ ഇന്ത്യയിലെ കുത്തക ഇൻഡിഗോയ്ക്കെന്നും സ്വാഭാവികമായും ആ കുത്തകവൽക്കരണത്തിന്റെ പ്രതിഫലനമാണ് ഇപ്പോൾ സംഭവിച്ചതെന്നും P. സന്തോഷ് കുമാർ MP പ്രതികരിച്ചു. പ്രതിപക്ഷം ഇക്കാര്യങ്ങൾ ഉന്നയിച്ചപ്പോഴെല്ലാം മുഖം തിരിക്കുന്ന നിലപാടാണ് കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായതെന്നും അദ്ദേഹം ആരോപിച്ചു. ഈ മേഖലയിലുള്ള കുത്തക അവരാണ്. അപ്പോൾ ഏത് മേഖലയിലുള്ള കുത്തകവൽക്കരണം അതിൻ്റെ ഒരു എഫക്റ്റ് എന്തായിരിക്കുമുള്ളതിൻ്റെ ഒരു തെളിവാണ് ഈ പ്രതിസന്ധി എന്ന് പറയുന്നത്. ഒരാൾക്കും എങ്ങോട്ടും പോകാൻ പറ്റാത്ത സ്ഥിതിയായി. ചോദിച്ച ആർക്കും ഉത്തരം പറയാൻ പറ്റുന്ന സ്ഥിതിയല്ല. ഈ പ്രശ്നം പാർലമെൻറ്റിൽ ഇന്നലെ ഒരു MP ഉന്നയിച്ചിരുന്നു. വളരെ ഇവേസീവായൊരു ഉത്തരമാണ് പറയുന്നത്. അപ്പോൾ ഒരാൾക്കും എന്ന് അവസാനിക്കുമെന്ന് ഉറപ്പില്ലാത്ത ഒരു പ്രതിസന്ധിയായിരുന്നു ഉണ്ടായിരുന്നത്. ഇൻഡിഗോ പ്രതിസന്ധി അവസരമാക്കി മറ്റ് വിമാന കമ്പനികൾ ടിക്കറ്റ് നിരക്കുകളിൽ വൻ വർധനവാണ് ദില്ലിയിൽ നിന്ന് ചെന്നൈയിലേക്കുള്ള എയർ ഇന്ത്യ വിമാന ടിക്കറ്റ് വില 65,000-ന് മുകളിലാണ്. മുംബൈ, പൂനെ, ബംഗളൂരു സർവീസുകളുടെ ടിക്കറ്റ് നിരക്കിലും വർധനവുണ്ട്. ദില്ലി, കൊച്ചി വിമാന ടിക്കറ്റ് നിരക്ക് 500,000-ന് അടുത്താണ്. ന്യൂസ് ഡെസ്ക്, അമൃത TV. നിർമ്മാണത്തിലിരുന്ന കൊല്ലം കൊട്ടിയത്തെ ദേശീയപാത തകർന്ന സംഭവത്തിൽ സർവീസ് റോഡ് ഡിസംബർ 8-നുള്ളിൽ ഗതാഗത യോഗ്യമാക്കുമെന്ന് നിർമ്മാണ കമ്പനി. ജില്ലാ കളക്ടർ വിളിച്ച അടിയന്തര യോഗത്തിലാണ് ദേശീയപാത നിർമ്മാണ ചുമതലയുള്ള കരാർ കമ്പനി ശിവാലയ കൺസ്ട്രക്ഷൻസ് ഉദ്യോഗസ്ഥർ ഈ തീരുമാനം അറിയിച്ചത്. എന്നാൽ റോഡ് തകർന്ന പ്രദേശം വയലുകളും മറ്റും ഉള്ള ചതുപ്പ് പ്രദേശമായതിനാൽ മണ്ണിട്ട് ഉയർത്തിയുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ ഉപേക്ഷിച്ച് കോൺക്രീറ്റ് തൂണുകളിലൂടെ പാലം നിർമ്മിക്കണമെന്ന ആവശ്യം ഉയർന്നെങ്കിലും അക്കാര്യത്തിൽ തീരുമാനം ഉണ്ടായില്ല. തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടമുള്ളതിനാൽ യോഗത്തിൽ ജനപ്രതിനിധികൾ പങ്കെടുത്തില്ല. അതേസമയം അപകടത്തിന് കാരണം ഡിസൈൻ തകരാർ എന്ന് മന്ത്രി KN ബാലഗോപാൽ പറഞ്ഞു. ചവിട്ടിയാൽ താഴ്ന്നു പോകുന്ന ചതുപ്പ് മണ്ണിൽ അവലംബിക്കേണ്ട ഡിസൈൻ അല്ലെന്നാണ് മനസ്സിലാകുന്നത്. സമാന പ്രശ്നങ്ങളുള്ള മറ്റിടങ്ങളിലും പരിശോധന വേണമെന്നും മന്ത്രി ആവശ്യപ്പെട്ടു. സംസ്ഥാന സർക്കാർ ഇവിടെ ലാൻഡ് എടുത്ത് കൊടുക്കുന്നതല്ലാതെ ഒരു ബന്ധവും ലാൻഡ് അക്വിസിഷൻ അല്ലാതെ സംസ്ഥാന സർക്കാരിന് ബന്ധമില്ല. പക്ഷെ
NHAI ആണ് ടെക്നിക്കലി നോക്കുന്നത്. കോൺട്രാക്ട് അവർ കൊടുക്കുന്നത്. അപ്പൊ NHAIയുടെ കോൺട്രാക്ട് ചെയ്തേക്കുന്ന ഈ കാര്യങ്ങളുടെ ഡിസൈൻ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ നോക്കാൻ ഇന്നലെ അവരുടെ എക്സ്പെർട്സും ഉദ്യോഗസ്ഥന്മാരെല്ലാം വരും നടപ്പാക്കുക. എന്നാൽ ഇപ്പൊ ഈ റോഡിൽ ഇത്രയും വലിയ ഭാരം വരുന്ന മണ്ണ് അവിടുന്ന് മാറ്റുന്ന പ്രക്രിയയാണ് നടക്കുന്നത്. ആദ്യം നമ്മൾ നൽകേണ്ട പ്രയോറിറ്റി NHAI ഈ ഭാഗത്തെ ട്രാഫിക് തടസ്സപ്പെട്ടിരിക്കുകയാണ്. മുൻ സൈഡിലേക്കുള്ള വഴി പോകുന്നില്ല, മറു സൈഡാണ്. ദേശീയപാത നിർമ്മാണത്തിലെ അപാകതകൾ കേരളത്തിന്റെ പിടലിക്കിടാമെന്ന് കരുതേണ്ടെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. സാങ്കേതിക പരിശോധന നടത്തേണ്ടത് ദേശീയപാത അതോറിറ്റിയാണെന്നും നമുക്കൊന്നും ചെയ്യാൻ സാധിക്കില്ല എന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ഇപ്പം നാഷണൽ ഹൈവേ അതോറിറ്റി എന്ന് പറയുന്നത് അതിൻ്റെ നിർമ്മാണ കാര്യങ്ങളൊക്കെ നിർവഹിക്കുന്നത് നാഷണൽ ഹൈവേ അതോറിറ്റി തന്നെയാണ്. തൽക്കാലം അതൊന്ന് കേരളത്തിലെ ഗവൺമെൻറ് പിടലിക്കിടാം എന്നൊരു താല്പര്യത്തിൻ്റെ ഭാഗമാണ് ഈ ചോദ്യമെന്ന് മനസ്സിലായി. പക്ഷെ വഴിയില്ല. കാരണം പറയട്ടെ അതിനൊരു വഴിയുമില്ല. കാരണം എല്ലാ കാര്യങ്ങളും നിർവഹിക്കുന്നത് അവരാണ്. അതിനവർക്ക് കൃത്യമായ സംവിധാനങ്ങളുമുണ്ട്. ആ സംവിധാനത്തിൽ ചില പാളിച്ചകൾ പറ്റുന്നു എന്നുള്ളതാണ് നമ്മുടെ നാടിൻ്റെ അനുഭവമായി വന്നിട്ടുള്ളത്. സാധാരണഗതിയിൽ തദ്ദേശ തെരഞ്ഞെടുപ്പ് പ്രചരണം അവസാന ലാപ്പിലേക്ക്. നാളെ ആദ്യഘട്ട കൊട്ടിക്കലാശം. പ്രാദേശിക പ്രശ്നങ്ങൾക്കൊപ്പം മറ്റ് രാഷ്ട്രീയ വിഷയങ്ങളും ആയുധമാക്കാൻ ഒരുങ്ങുകയാണ് മുന്നണികൾ. തിരുവനന്തപുരം മുതൽ എറണാകുളം വരെയുള്ള 7 ജില്ലകളിൽ നാളെ പ്രചരണത്തിന് കലാശക്കൊട്ട്. തൃശൂർ മുതൽ കാസർഗോഡ് വരെയുള്ള മറ്റു ജില്ലകളിൽ ചൊവ്വാഴ്ചയാണ് പ്രചരണം അവസാനിക്കുന്നത്. പ്രാദേശിക വിഷയങ്ങൾക്കൊപ്പം രാഷ്ട്രീയ വിവാദങ്ങളും പരസ്പരം ഉന്നയിച്ച് പ്രചരണം കൊഴുപ്പിക്കാനാണ് 3 മുന്നണികളുടെയും നീക്കം. സംസ്ഥാന രാഷ്ട്രീയത്തിൽ വിവിധ വിവാദങ്ങളുടെ പശ്ചാത്തലത്തിൽ LDFന്റെയും UDFന്റെയും മേൽക്കൈയിൽ വിള്ളലുണ്ടാക്കാനാകുമെന്ന പ്രതീക്ഷയിലാണ് BJP-യുള്ളത്. വികസനക്ഷേമ പദ്ധതികളിൽ ഊന്നൽ നൽകിയുള്ള പ്രചരണമാണ് LDFന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. LDF ഭരിക്കുന്ന തദ്ദേശ സ്ഥാപനങ്ങളിലെ നേട്ടം ഉൾപ്പെടെ വിശദീകരിച്ചുള്ള പ്രചരണം ജനമനസ്സുകളിൽ സ്ഥാനം പിടിക്കാൻ സഹായകമാകുമെന്ന് LDF കരുതുമ്പോഴും കമ്മ്യൂണിസ്റ്റ് നേതാക്കളെ പ്രതിക്കൂട്ടിൽ നിർത്തുന്ന ശബരിമല സ്വർണ്ണക്കവർച്ച തിരഞ്ഞെടുപ്പിനെ എങ്ങനെ ബാധിക്കുമെന്ന ആശങ്കയുണ്ട്. കോൺഗ്രസിന്റെ യുവ നേതാവായിരുന്ന രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഗുരുതര ആരോപണങ്ങൾ ഉയർന്നതായിരുന്നു പ്രചരണഘട്ടത്തിൽ കോൺഗ്രസിനെ പ്രതിസന്ധിയിലാക്കിയ പ്രധാന വിഷയം. എന്നാൽ വൈകിയെങ്കിലും കോൺഗ്രസിന്റെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് രാഹുലിനെ പുറത്താക്കിയതിലൂടെ തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന്റെ വ്യക്തമായ നിലപാടുകൾ കരുത്താകുമെന്നാണ് UDFന്റെ കണക്കുകൂട്ടൽ. ലോക്സഭാ തിരഞ്ഞെടുപ്പിലെ നേട്ടം തുടരാനായാൽ തദ്ദേശ തിരഞ്ഞെടുപ്പിലും അനുകൂല ഫലമുണ്ടാകുമെന്ന വിശ്വാസത്തിലാണ് NDA. LDFനെതിരെയും UDFനെതിരെയും ആഞ്ഞടിക്കാൻ പല വജ്രായുധങ്ങളും ഇത്തവണ BJPക്ക് ലഭിച്ചു. ശബരിമല സ്വർണ്ണക്കൊള്ള വിവാദമായിരുന്നു അതിൽ പ്രധാനം. തിരഞ്ഞെടുപ്പിൽ അയ്യപ്പ ഭക്തരുടെ വോട്ട് കരുത്താകുമെന്നാണ് BJP കരുതുന്നത്. എന്നാൽ കൗൺസിലറിന്റെയും RSS നേതാവിന്റെയും ആത്മഹത്യ പ്രതീക്ഷിക്കുന്ന വിജയത്തിന് തിരിച്ചടിയാകുമോ എന്നാണ് ഇനി അറിയേണ്ടത്. അമൃത ന്യൂസ്, തിരുവനന്തപുരം. ലീഗിന്റെ ഉറച്ച കോട്ടയാണ് താനൂർ നഗരസഭ. BJP പ്രധാന പ്രതിപക്ഷ കക്ഷിയായ നഗരസഭയിൽ ഇടതുമുന്നണി 3-ാം സ്ഥാനത്താണ്. താനൂരിലെ തെരഞ്ഞെടുപ്പ് വിശേഷങ്ങൾ കാണാം. ഗ്രാമപഞ്ചായത്തായിരുന്നപ്പോഴും പിന്നീട് നഗരസഭയായി മാറിയപ്പോഴും താനൂർ മുസ്ലിം ലീഗിന്റെ ഉറച്ച കോട്ടയായി നിലനിന്നു. കഴിഞ്ഞ തവണ ഉണ്ടായിരുന്ന 44 സീറ്റിൽ 31 സീറ്റും നേടിയത് UDF ആയിരുന്നു. BJPയുടെ മലപ്പുറം ജില്ലയിലെ ശക്തി കേന്ദ്രങ്ങളിൽ ഒന്നുകൂടിയായ താനൂരിൽ കഴിഞ്ഞ തവണ പാർട്ടി 7 സീറ്റാണ് നേടിയത്. വർഷങ്ങളായി 3-ാം സ്ഥാനത്ത് നിൽക്കുന്ന LDF സ്വതന്ത്ര പരീക്ഷണത്തിലൂടെ 6 സീറ്റ് കരസ്ഥമാക്കി. ഉരുക്കുകോട്ടയിൽ ഇത്തവണയും മാറ്റമൊന്നും ഉണ്ടാകില്ലെന്ന പ്രതീക്ഷയിലാണ് UDF. വലിയ ഭൂരിപക്ഷത്തിൽ നഗരസഭയിലേക്ക്, മുനിസിപ്പാലിറ്റിയിലേക്ക് വീണ്ടും അധികാരത്തിൽ വരുന്ന സാഹചര്യം ഐക്യജനാധിപത്യ മുന്നണിക്ക് ഉണ്ടാവുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നതും. ആ രീതിയിലാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. നിലവിലെ 7 സീറ്റിൽ നിന്ന് വലിയ മുന്നേറ്റം ഉണ്ടാക്കാനാകുമെന്ന പ്രതീക്ഷയിലാണ് BJP. എന്നാൽ NDA ജയിക്കാവുന്ന സീറ്റുകളിൽ ഇടതു വലതു മുന്നണികൾ ഒരു മുന്നണിയായാണ് മത്സരിക്കുന്നതെന്ന് BJP പറയുന്നു. ഇന്ത്യ മുന്നണി നമ്മുടെ താനൂർ മുനിസിപ്പാലിറ്റിയിൽ 6-ാം വാർഡിൽ അവർ മറ നീക്കി പുറത്തു വന്നിരിക്കുന്നതാണ്. അതുപോലെ മറ്റു ഡിവിഷനിലൊക്കെ തന്നെ BJP സാധ്യതകൾ കെടുത്താൻ വേണ്ടിയുള്ള ശ്രമം 2 കൂട്ടരും കൂടെ ഒന്നിച്ച് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ അതിനെ മറികടന്ന് BJP ഏതാണ്ട് നല്ല പ്രതീക്ഷയാണ്, വിജയപ്രതീക്ഷയിലാണ്. വർഷങ്ങളായി 3-ാം സ്ഥാനത്തുള്ള ഇടതുമുന്നണി പടിപടിയായി സീറ്റ് വർദ്ധിപ്പിച്ച് നഗരസഭയിൽ നിർണായക ശക്തിയാകാനുള്ള തയ്യാറെടുപ്പിലാണ്. നഗരസഭയുടെ ഭരണം വളരെയധികം ദുസ്സഹമായിട്ടാണ് ഈ ഇത്രയും വർഷ കാലയളവിൽ നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുള്ളത്. അതിൻ്റെ ഒരു മാറ്റം ജനങ്ങളിടയിൽ ഇതൊന്ന് മാറി LDF ഭരിക്കണം എന്നുള്ള രീതിയിലേക്ക് ജനങ്ങളുടെ ഒരു ചിന്താഗതിയിലേക്ക് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. മന്ത്രി V. അബ്ദുറഹ്മാന്റെ മണ്ഡലത്തിൽ ഉൾപ്പെടുന്ന നഗരസഭയിൽ വലിയ നേട്ടം ഇടതുപക്ഷവും പ്രതീക്ഷിക്കുന്നുണ്ട്. അമൃത ന്യൂസ്, മലപ്പുറം.
Sharanamritam powered by Dhanalakshmi Bank, banking on relationships forever. Swamiye Sharanamayyappa. ശബരിമലയിൽ ഇന്ന് ഇതിനോടകം 55,000-ഓളം പേർ ദർശനം നടത്തി. ബാബറി മസ്ജിദ് ദിനത്തോടനുബന്ധിച്ച് ശക്തമായ സുരക്ഷാ ക്രമീകരണങ്ങളാണ് ഒരുക്കിയിട്ടുള്ളത്. ഇന്ന് അയ്യപ്പന്മാർക്ക് നേരിട്ട് നെയ്യഭിഷേകം നടത്തുന്നതിനുള്ള അവസരമുണ്ടാകില്ല. മാളികപ്പുറത്ത് നാളികേരം ഉരുട്ടുന്നതിനോ പട്ട് വിരിക്കുന്നതിനോ ഉള്ള അനുമതിയുമില്ല. ശബരിമലയിൽ നിന്നും കൂടുതൽ വിവരങ്ങളുമായി എം രാഗേഷ് ചേരുകയാണ്. ശബരിമലയിൽ പുലർച്ചെ മുതൽ തന്നെ ഭക്തരെത്തി തുടങ്ങിയിട്ടുണ്ട്. ബാബറി മസ്ജിദ് വാർഷികത്തിന്റെ ഭാഗമായി കനത്ത സുരക്ഷാ ക്രമീകരണങ്ങളാണ് ഒരുക്കിയിട്ടുള്ളത്. അതേസമയം തന്നെ ഈ സുരക്ഷാ ക്രമീകരണങ്ങൾക്കിടയിലും ഭക്തർക്ക് യാതൊരു തടസ്സവുമില്ലാതെ ശബരിമലയിലേക്ക് എത്തുന്നതിനുള്ള സൗകര്യവും ഒരുക്കിയിട്ടുണ്ട്. നമ്മുടെ കൂടെ വെഞ്ഞാറമൂടിൽ നിന്ന് എത്തിയിട്ടുള്ള ഒരു കുഞ്ഞയ്യപ്പനുണ്ട്. കുഞ്ഞയ്യപ്പന്റെ പേരെന്താണ്? ശ്രീനിഷ്. എപ്പോഴാണ് നമ്മൾ കയറാൻ തുടങ്ങിയത്? ആരൊക്കെയാണ് കൂടെ വന്നിട്ടുള്ളത് ശ്രീനിഷിന്റെ കൂടെ? അളിയനൊക്കെ അവരെ കൊണ്ട് താഴെ ഇരിക്കണം. അളിയനൊക്കെ മകനാണ്. ഭാര്യയുടെ പേരെന്താ? ശ്രീകുട്ടി. ഇത് നേർച്ചയാണോ? നേർച്ച. പാലിന് കരയുന്നുണ്ടോ? കരച്ചിലുണ്ടായിരുന്നു, ഇപ്പൊ കുഴപ്പമില്ല. ഈ ചോറൂണ് കഴിഞ്ഞ ഉടനെ ഇറങ്ങുന്ന സമയത്ത് അമ്മ താഴെ ഉണ്ടോ? പമ്പയിൽ നിൽപ്പുണ്ട്. എന്താണ്, ഉഷാറല്ലേ? എത്ര സമയം കൊണ്ട് കയറി? പോലീസ് കടത്തി വിടുന്നുണ്ടോ? മറ്റു ഏതായാലും ഭക്തർക്ക് യാതൊരു തടസ്സവുമില്ലാതെ ശബരിമലയിലെത്തി ദർശനം നടത്തുന്നതിനുള്ള എല്ലാ സൗകര്യങ്ങളും ഒരുക്കിയിട്ടുണ്ട് എന്നുള്ളതാണ്. അതേസമയം തന്നെ ഇന്ന് 2 നിയന്ത്രണങ്ങളാണ് കാര്യമായുള്ളത്. ഒന്ന്, നേരിട്ട് നെയ്യഭിഷേകം നടത്തി പ്രസാദം സ്വീകരിക്കുന്നതിനുള്ള സൗകര്യമുണ്ടായിരുന്നു. എന്നാൽ സുരക്ഷയുടെ ഭാഗമായി ഇന്ന് കൗണ്ടർ വഴിയാണ് ഭക്തർ കൊണ്ടുവന്ന നെയ്യ് കൈമാറ്റം ചെയ്യുന്നത്. ഒപ്പം തന്നെ മാളികപ്പുറത്ത് പട്ട് വിരിക്കുന്നതിനും നാളികേരം ഉരുട്ടുന്നതിനുമുള്ള ചടങ്ങുണ്ട്. ഈ ചടങ്ങുകൾക്കും ഇന്ന് നിയന്ത്രണമുണ്ട്. രാത്രി 11 മണിക്ക് ശേഷം 18-ാം പടി കയറാൻ അനുവദിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. എന്നാൽ ഇന്ന് രാത്രി 11 മണിക്ക് ശേഷം 18-ാം പടി കയറുന്ന സാഹചര്യം ഉണ്ടാവുകയില്ല. സദ്ഗുരു ശ്രീ മാതാ അമൃതാനന്ദമയി ദേവി ഐക്യരാഷ്ട്രസഭയുടെ ജനറൽ അസംബ്ലിയിൽ സംസാരിച്ചതിന്റെ 25-ാം വാർഷികത്തോട് അനുബന്ധിച്ച് വിദ്യാർത്ഥികൾക്കായി നടത്തുന്ന ചിത്രരചന, ഉപന്യാസം, ക്വിസ് മത്സരങ്ങൾ. കേരളത്തിലെ 400ഓളം വിദ്യാലയങ്ങളിൽ നിന്നായി 4000-ലേറെ വിദ്യാർത്ഥികളാണ് മത്സരങ്ങളിൽ പങ്കെടുക്കുന്നത്. 12ാം ക്ലാസ് വരെയുള്ള വിദ്യാർത്ഥികൾക്കായാണ് അമൃത വിശ്വവിദ്യാപീഠം മത്സരങ്ങൾ സംഘടിപ്പിച്ചിട്ടുള്ളത്. സംസ്ഥാനത്ത് ഒട്ടാകെ 23 കേന്ദ്രങ്ങളിലായി നടക്കുന്ന മത്സരങ്ങളിൽ സബ് ജൂനിയർ, ജൂനിയർ, സീനിയർ വിഭാഗങ്ങളിലായാണ് മത്സരങ്ങൾ. സദ്ഗുരു ശ്രീ മാതാ അമൃതാനന്ദമയി ദേവിയുടെ മഹത്തായ ആശയം ഒരു ലോകം ഒരു ഹൃദയം എന്ന ലോകനന്മ ലക്ഷ്യമാക്കിയിട്ടുള്ള കാഴ്ചപ്പാടിലൂടെ പുതുതലമുറയെ വളർത്തിയെടുക്കുകയാണ് അമൃത വിശ്വവിദ്യാപീഠം ഇതിലൂടെ ലക്ഷ്യമിടുന്നത്. ജില്ലാ മത്സരങ്ങളിൽ വിജയികളാകുന്നവർ ജനുവരി 12-ന് അമൃത വിശ്വവിദ്യാപീഠം അമൃതപുരി ക്യാമ്പസിൽ നടത്തുന്ന ഫൈനൽ റൗണ്ട് മത്സരങ്ങളിലേക്ക് യോഗ്യത നേടും. വിജയികളാകുന്നവർക്ക് 15 ലക്ഷത്തോളം രൂപയുടെ സമ്മാനങ്ങളാണ് ലഭിക്കുക. വിദ്യാർത്ഥികൾക്കായുള്ള മത്സരങ്ങൾക്ക് പുറമെ പ്രദർശനങ്ങൾ ഉൾപ്പെടെ വിവിധ പരിപാടികളാണ് അമൃത വിശ്വവിദ്യാപീഠം സംഘടിപ്പിക്കുന്നത്. ദക്ഷിണാഫ്രിക്കയ്ക്ക് എതിരായ 3-ാം ഏകദിനം അല്പസമയത്തിനകം വിശാഖപട്ടണത്ത് തുടങ്ങും. ടോസ് നേടിയ ഇന്ത്യ ബൌളിംഗ് തെരഞ്ഞെടുത്തു. 3 മത്സര പരമ്പരയിൽ ഓരോ ജയം വീതം നേടിയ ഇരു ടീമുകൾക്കും ഇന്നത്തെ മത്സരം നിർണായകമാണ്. റായ്പൂരിൽ ഇന്ത്യ ഉയർത്തിയ 359 റൺസ് ചേസ് ചെയ്ത് ജയിച്ചതിന്റെ ആത്മവിശ്വാസത്തിലാണ് ദക്ഷിണാഫ്രിക്ക. ആദ്യ മത്സരം ഇന്ത്യ വിജയിച്ചിരുന്നു. 2026 ഫിഫ ലോകകപ്പിന്റെ മത്സരക്രമം പുറത്തിറക്കി. നറുക്കെടുപ്പ് പ്രകാരം അർജന്റീന ഗ്രൂപ്പ് ജെയിലും ബ്രസീൽ ഗ്രൂപ്പ് സിയിലുമാണ്. ഫ്രാൻസ് ഗ്രൂപ്പ് ഐയിലും ഖത്തർ ഗ്രൂപ്പ് ബി, സൗത്ത് ആഫ്രിക്ക ഗ്രൂപ്പ് എയിലും ഇടം നേടി. യു.എസ്. പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഫിഫയുടെ സമാധാന പുരസ്കാരത്തിന് അർഹനായി. വാഷിംഗ്ടണിൽ നടന്ന ഫിഫ ലോകകപ്പ് 2026 ഗ്രൂപ്പ് നറുക്കെടുപ്പ് ചടങ്ങിൽ ട്രംപ് പുരസ്കാരം സ്വീകരിച്ചു. ഫിഫ പ്രസിഡന്റ് ജിയാനി ഇൻഫന്റാനോയാണ് പുരസ്കാരം പ്രഖ്യാപിച്ചത്. സ്വർണ്ണക്കപ്പും മെഡലും സർട്ടിഫിക്കറ്റും അടക്കം ഫിഫ പ്രസിഡന്റ് ട്രംപിന് സമ്മാനിച്ചു. ഉച്ചവാർത്ത പൂർണ്ണമാവുകയാണ്. കൂടുതൽ വാർത്തകൾ കാണാം ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ.